ആശാ വർക്കേഴ്സിന്റെ സമരം പാർലമെന്റിൽ ഉന്നയിച്ചു കേരളത്തിലുള്ള കോൺഗ്രസ് എംപിമാർ. ആശാ വർക്കേഴ്സിന് വിരമിക്കൽ ആനുകൂല്യങ്ങളും പ്രതിമാസം 21,000 രൂപ വേതനവും ഉറപ്പാക്കണമെന്ന് കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് ഡോക്ടർ ശശി തരൂർ എം പി ആവശ്യപ്പെട്ടു. വി കെ ശ്രീകണ്ഠനും ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചു. പ്രതികരണങ്ങളിലേക്ക്. കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളത്തിലെ ആശാ വർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തുകയാണ്. വളരെ ന്യായമായിട്ടുള്ള പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളാണ് അവരുന്നയിക്കുന്നത്. ഇക്കാലം അത്രയും വെറും 7,000 രൂപയാണ് മാസം അവർക്ക് അലവൻസ് ആയിട്ട് ലഭിക്കുന്നത്. ഈ ആവശ്യത്തോട് ഇതുവരെയും നാളിതുവരെയും ഒരു ചർച്ച പോലും സംസ്ഥാന സർക്കാർ നടത്താൻ തയ്യാറായിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഉടൻ അതിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് താങ്കൾ മുഖാന്തരം ഇടപെടണമെന്നും വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ആശാ വർക്കേഴ്സിൻ്റെ സമരം ബൽറാം ഒരു മാസത്തോളമായി. കാരണം അവർ യഥാർത്ഥ വെയിലും മഴയും ഒക്കെ ഏറ്റ് അവർ സെക്രട്ടേറിയറ്റ് നടയിലുണ്ട്. സാധാരണ നമ്മുടെ കക്ഷി രാഷ്ട്രീയ പ്രവർത്തകർ അവിടെ ഇരിക്കുന്ന പോലെ അല്ലല്ലോ ഈ അമ്മമാർ കുഞ്ഞുങ്ങളെയൊക്കെ വിട്ട് ഇതിന് മുന്നിലിരിക്കുന്നത്. നമുക്കൊക്കെ വല്ലാത്ത ഒരു അസാധാരണ സാഹചര്യം പോലെയാണ് തോന്നുന്നത്. പറയൂ ബൽറാം. എസ് കെ എൻ, തീർച്ചയായും ഏറെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഈ സമരവും അവരുടെ ദുരിതങ്ങളും കടന്നു പോകുന്നത്. എന്തായാലും പാർലമെന്റിൽ ഒട്ടേറെ വിഷയങ്ങൾ ഇന്ന് ആരംഭിച്ച സമ്മേളന കാലയളവിലുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്. എങ്കിൽ പോലും അതിലേറ്റവും ഉയർന്നു നിന്ന ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ഇന്ന് ആശാ വർക്കർമാരുടെ പ്രതിഷേധം തന്നെയാണ്. ഇന്ന് പാർലമെന്റിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള 4 അംഗങ്ങളാണ് ഈ വിഷയം ഉന്നയിച്ചത്. ശശി തരൂർ എം പി, കെ സി വേണുഗോപാൽ എം പി, വി കെ ശ്രീകണ്ഠൻ എം പി, ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ എം പി എന്നിവരാണ് വിഷയം ഉന്നയിച്ചത്. ഈ ആശാ വർക്കർമാർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങളും ഒപ്പം 21,000 രൂപ പ്രതിമാസ വേതനവും ഉറപ്പാക്കണം എന്ന ആവശ്യമാണ് കെ സി വേണുഗോപാൽ മുന്നോട്ട് വെച്ചത്. അതേസമയം ശശി തരൂർ എം പിയും വി കെ ശ്രീകണ്ഠൻ എം പി അടക്കമുള്ളവർ കേരളത്തിലെ സമരത്തോട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന സമീപനവും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉചിതമായ ഇടപെടൽ ഉണ്ടാകണമെന്നും ഈ ഇരു സർക്കാരുകളും ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്നുമുള്ള ആവശ്യമാണ് എം പിമാർ ലോക്സഭയിൽ ഉന്നയിച്ചത്. അതേസമയം രാജ്യസഭയിൽ CPIM അംഗം ഡോക്ടർ വി ശിവദാസൻ എം പി ഈ വിഷയത്തിൽ ചട്ടം 267 അനുസരിച്ച് നോട്ടീസ് നൽകിയിരുന്നു ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ട. ഈ നോട്ടീസ് എന്നാൽ തള്ളുകയാണ് ഉണ്ടായത്. എന്നാൽ അപ്രതീക്ഷിതമായി ഈ വിഷയം രാജ്യസഭയിലെ ശൂന്യവേളയിൽ ഉന്നയിച്ചത് ഹരിയാനയിൽ നിന്നുള്ള BJPയുടെ രാജ്യസഭാംഗവും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ രേഖ ശർമ്മയാണ്. SKN.